കോഴിക്കോട് ഇത്തവണ വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. MK രാഘവൻ ഹാട്രിക് അടിച്ചു നിൽക്കുകയാണ്. രാഘവനെ പരാജയപ്പെടുത്താൻ CPM തലമുതിർന്ന നേതാവ്, കേന്ദ്ര കമ്മിറ്റി അംഗം, തൊഴിലാളി നേതാവ് എള്ളമരം കരീമിനെ അയച്ചു. 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് കോഴിക്കോട് ഇതുവരെ തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിലൊരു തമാശ എന്താ വെച്ചാൽ, ഞാൻ ഒരിക്കൽ MK രാഘവനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം കണ്ണൂരിൽ നിന്നാണല്ലോ കോഴിക്കോടേക്ക് പോകുന്നത്. 2009 സ്ഥാനാർത്ഥിയാവാൻ ആദ്യം MK രാഘവനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ ഉടനെ AK ആന്റണി വിളിച്ചിട്ടാണ് എന്തായാലും രാഘവ പോയി വരൂ എന്ന് പറയുന്നത്. അപ്പോൾ AK പറഞ്ഞിട്ടാണ് സമ്മതിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ രാഘവനെ യാത്ര അയക്കത്, പോയിട്ട് വരൂ എന്ന് പറഞ്ഞിട്ടാണ്. അന്ന് MP വീരേന്ദ്രകുമാർ പറഞ്ഞൊരു കാര്യം, അന്ന് അദ്ദേഹം UDF പക്ഷത്തേക്ക് ആ ഇലക്ഷനെ തുടർന്ന് എത്തുകയാണ്. കോഴിക്കോട് മത്സരമൊക്കെ കാഴ്ചവെക്കാം, പക്ഷേ ജയിക്കാൻ പാടാണ്, ജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിടത്താണ് ഹാട്രിക് 3 തവണ MK രാഘവൻ 2009 മുതൽ കോഴിക്കോട് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കുന്നു. ഇത്തവണ തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും വലിയ ഒരു പരീക്ഷണമാണ് പ്രദീപ് കുമാറിനെ മണ്ഡലം പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പക്ഷേ എന്നിട്ടും അത് നടന്നില്ല. 85,225 വോട്ടിനാണ് MK രാഘവൻ അവിടെ വീണ്ടും ജയിച്ചത്. ആദ്യം PA മുഹമ്മദ് റിയാസ്, പിന്നെ A വിജയരാഘവൻ, ഏറ്റവും ഒടുവിൽ A പ്രദീപ് കുമാർ. ഇവർക്കാർക്കും കഴിയാത്തത് എള്ളമരം കരീം എന്ന കോഴിക്കോടിന്റെ മനസ്സറിഞ്ഞ ട്രേഡ് യൂണിയൻ നേതാവിനെ കഴിയുമോ എന്നറിയാനാണ് കോഴിക്കോട് കാത്തിരിക്കുന്നത്. ഒപ്പം ബി ജെ പി ഗണ്യമായി വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോഴിക്കോട്. കഴിഞ്ഞ തവണ പ്രകാശ് ബാബു മത്സരിച്ചു, ഇത്തവണ അത് MT രമേശിൽ എത്തി നിൽക്കുന്നു. അതിനുശേഷം പ്രകാശ് ബാബു, ഇപ്പോൾ MP രമേശ്. CK പത്മനാഭനിൽ നിന്ന് പ്രകാശ് ബാബു വോട്ട് ഉയർത്തിയിട്ടുണ്ട്. ആ വോട്ട് MT രമേശ് ഉയർത്തുമെന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷ. വളരെ കൗതുകകരമായ രാഷ്ട്രീയ പോരിന് മലബാറിന്റെ തലസ്ഥാനം എന്ന് വിളിക്കാം കോഴിക്കോടിനെ. ആ കോഴിക്കോട് ഇത്തവണ അപ്രവചനീയമായ മത്സരം അരങ്ങേറുന്നു എന്നുള്ളതാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ഈ ലോക്സഭാ മണ്ഡലത്തിലുള്ള 7 മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബാക്കിയുള്ളതെല്ലാം LDF ജയിച്ചു. സാധാരണ ജയിക്കാത്ത നഗരമണ്ഡലത്തിൽ പോലും, സൗത്തിൽ പോലും ജയിക്കുന്നത് നമ്മൾ കണ്ടു. അഹമ്മദ് ദേവർകോവിൽ അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയാവുന്നത് വരെ കണ്ടു. അപ്പോൾ നിയമസഭയുടെ ടേംസിൽ LDFന് അനുകൂലമായ സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണയായി തുടർച്ചയായി UDF കൈപ്പത്തി ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് ജയിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ഇത്തവണ MK രാഘവന്റെ ആ ഡ്രീം റൺ അവസാനിക്കുമോ? എള്ളമരം കരീം കോഴിക്കോട് CPMന് വേണ്ടി തിരിച്ചു പിടിക്കുമോ? അതാണ് ചോദ്യം.